ഐഡിയ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10,000 കോഴിനെ വളർത്താൻ എത്ര ഹിന്ദിക്കാർ വേണ്ടി വരും? കാരണം നമുക്കറിയാലോ, ഇപ്പോൾ എന്ത് കാര്യത്തിനും നമുക്ക് ഹിന്ദിക്കാരില്ലാതെ നടക്കില്ല. എൻ്റെ പുറകിൽ നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ ഞാൻ നടക്കുന്നത് കാണാം. ഇവിടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഹിന്ദിക്കാരാണ്. അപ്പോൾ നമുക്ക് ഹിന്ദിക്കാരില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഒരു 10,000 കോഴിനെ വളർത്താൻ ഞാൻ പറയുന്നു, ഒരു ഹിന്ദിക്കാരെ ആവശ്യമില്ല. കാരണം ഒരാൾക്ക് തന്നെ കൃത്യമായിട്ട് വരുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള ഞാനിത് വെറുതെ പറയല്ല. ഒരു 10,000 കോഴിയെ സ്വന്തം നിലയിൽ തന്നെ നല്ല രീതിയിൽ നല്ല ഹൈജീനിക്കായിട്ട് നോക്കുന്ന ഒരു ഫാമിലേക്കാണെന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം 2 ഉപകരണം വെച്ചിട്ട് ആ ഒരു 10,000 കോഴികളെ ഇപ്പോൾ ഒന്നിച്ചാണ്, അതായത് 10,000-ൻ്റെ ഒരൊറ്റ ഷെഡ് എന്ന് പറയാൻ പറ്റില്ല, 2 ഷെഡാണെങ്കിലും ഇപ്പം നിലയിൽ അവിടെ 2 സ്ഥലത്തും കോഴികളുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഹിന്ദിക്കാർ പോലും അയാൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് അവിടെ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കുക. കാരണം ഇവിടെ 2 ഉപകരണങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അത് ഇവിടെ ആയപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, ആ ഒരു ഇത്രയും കോഴികൾ നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എഫേർട്ട് കുറഞ്ഞു കിട്ടി. അപ്പോൾ അതെങ്ങനെയാണല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നേരെ കണ്ട് മനസ്സിലാക്കാം. നേരെ നമുക്ക് ഫാമിലേക്ക് പോകാം. ഐഡിയ ഫാമേഴ്സ് ഞാനിപ്പോൾ എന്നുള്ളത് പയ്യമ്പള്ളിയാണ്, വയനാട്ടിൽ തന്നെയാണ്. പയ്യമ്പള്ളി ഇത് ബിനേട്ടൻ അദ്ദേഹത്തിന് 5000-ൻ്റെ 2 ഷെഡുകളുണ്ട്. അതിൻ്റെ തൊട്ടുമേലെ ഷെഡ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും. തൊട്ടുമേലെയും ഒരു ഷെഡുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ബാച്ച് വന്നിട്ടുണ്ട്, അല്ലേ? 7 ദിവസം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഫാം മാനേജ്മെൻറ്റുമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ വിനയായിട്ട് ഇതൊരു 5500 സ്ക്വയർ ഫീറ്റിൽ ഏകദേശം 5000 കോഴികളുണ്ട്, അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു അതായത് 2 ഫാമിൽ ഇപ്പം നിലവിൽ 2 കോഴിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ പലപ്പോഴും വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഫാമിന് എന്താ പറയുക, ഒരു ഹൈടെക് ഫാമിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ കാണാനുണ്ട്. പൊതുവെ വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലാതെ പൊതുവായിട്ട് ഈ ഒരു മേഖലയിലൊക്കെ വരുന്ന പല ഫാമേഴ്സും ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹിന്ദിക്കാർ പണിക്കിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ തന്നെ ഈ 2 ഫാമും എങ്ങനെയാണ് ഇത്ര വൃത്തിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് വിവരിക്കാൻ പറ്റുമോ? കുഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ തന്നെ നിൽക്കും. എല്ലാം കട്ടിയിടാണ്ട് പരമാവധി നോക്കും. പിന്നെ PK ഫാമിൻ്റെ സപ്ലിമെൻ്റാണ് കൊടുക്കാറുള്ളത്. അത് കൊടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഒരു ഭാഷ മാത്രം അത് കൊടുക്കാതെ വന്നപ്പോൾ എനിക്ക് 20% തൂക്ക കുറവുണ്ടായിരുന്നു. വീണ്ടും ഞാൻ അത് തന്നെ തുടങ്ങി. ഇപ്പം PK ഫാമിൻ്റെ തന്നെ സപ്ലിമെന്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഡെയിലി ഇളക്കും എന്താണ്? ഡെയിലി കൃത്യമായിട്ട് ഇളക്കും. ഒറ്റ ദിവസം പോലും ഒഴിവാക്കൂല. കുഞ്ഞു വന്നിട്ട് ചിലരൊക്കെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇളക്കില്ല. ഞാൻ എല്ലാ ദിവസവും ഇളക്കും. പേപ്പർ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും ഇളക്കും. അതേപോലെ തന്നെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇതൊരു 8ാമത്തെ ബാച്ചാന്ന് തോന്നുന്നില്ല. ഈ 8ാമത്തെ ബാച്ചാണ്. നമുക്ക് ഈ ഒരു തീറ്റപാത്രവും വെള്ളപാത്രം ഒക്കെ നോക്കി കഴിഞ്ഞാൽ എന്താ പറയാ, ഫസ്റ്റ് ഇട്ടൊരു ബാച്ച് ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ എത്ര വൃത്തിയിൽ കൊണ്ടെടുക്കുക, ഇങ്ങനെ ഡെയിലി കഴുകി വൃത്തിയാക്കുന്നുണ്ടോ? എല്ലാ ദിവസവും വൃത്തിയായിട്ട് കഴുകും. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഫാമിന്റെ അടിവശം മണ്ണാണല്ലോ, അല്ലേ? അതെ. അപ്പോ പല ഫാമേഴ്സും പറയുന്നത് ഇതിന്റെ പല്ല് കൊണ്ട് എന്താ പറയാ, മണ്ണ് മൊത്തം ഇളകി പോന്നിട്ട് ഫാം വൃത്തിയേടാകുന്നുണ്ട്, അതായത് ഫാം നശിക്കുന്നുണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്റെ പല്ല് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന സാധനമാണല്ലോ, ഒരു കുഴപ്പമില്ല. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു റാക്ക് മെഷീനായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ചില ഫാമേഴ്സ് പറയുന്നുണ്ട് ഇത് ഒരു 30 ദിവസം ആയിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അതായത് ഈ ഒരു മെഷീൻ ഇതുവരെ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടപ്പോൾ അവരൊക്കെ പറയുന്നത് പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ നിങ്ങളൊരു 8 ബാച്ച് ഇപ്പോൾ വളർത്തിയല്ലോ, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഒരു കുഴപ്പമില്ല, ഇത് ഇളക്കാനൊക്കെ ഒരു കുഴപ്പമില്ല. ഫാം ശ്രദ്ധിക്കാതെ കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം വരുന്നത്. ഡെയിലി ഇളക്കി പോകുന്നതിന് ഒരു കുഴപ്പമില്ല. 30 ദിവസം കഴിഞ്ഞാൽ ഇളക്കാം. എത്ര ദിവസം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇത് ഏകദേശം ഇപ്പോൾ ഒരു 18 ദിവസം ആയിട്ടേ ഉള്ളൂ. നമ്മളൊരു 30 ദിവസം കഴിഞ്ഞിട്ട് ഇതേ ഫാമിൽ ഒന്നും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതേ കണ്ടീഷനിൽ ഇളക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഡിയർ ഫാമേഴ്സ്, നമുക്കറിയാലോ, പിന്നെ ഫാമിൽ ഏറ്റവും കൂടുതൽ സമയം നമുക്ക് നഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ വളരെ പ്രയാസമുള്ളൊരു വർക്കാണ് ഈ ഒരു
വെള്ളപ്പാത്രം കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു 5000-ൻ്റെ ഷെഡാണെങ്കിൽ ഏകദേശം ഒരു 100-120 വെള്ളപ്പാത്രം ഉണ്ടാവും. ഇത്രയും പാത്രങ്ങൾ ഇങ്ങനെ ഡെയിലി പോയിട്ട് കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒന്നാമത്തെ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടി വരും. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മളിങ്ങനെ കുനിഞ്ഞ് വർക്കെടുക്കുമ്പോൾ നടുവേദന ഇങ്ങനത്തെ പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് വർക്കാണെങ്കിലും അതിൻ്റെ എഫേർട്ട് എത്രത്തോളം കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളത് സ്ഥിരമായിട്ട് നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് കറക്റ്റായി ചെയ്ത് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഉപകരണം കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്കറിയില്ല ഫാമിൽ ഏറ്റവും കൂടുതൽ വർക്കുള്ളത് ആ ഒരു ലിറ്റർ ഇളക്കാനും ഈ ഒരു വെള്ളപ്പാത്രം കഴുകാനാണ്. ഈ 2 പ്രശ്നങ്ങൾക്കും ഈ 2 ഉപകരണം കൊണ്ട് പരിഹാരമായത് തന്നെ പറയാം. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ കോഴികളും എന്താ പറയുക നല്ല സുന്ദരന്മാരും സുന്ദരികളാണ്. പിന്നെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇനി പണിക്കാർ ആവശ്യമില്ലല്ലോ. അപ്പോൾ പോളിയർ ഫാമേഴ്സ് നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു 10,000-ൻ്റെ ഫാമിൽ അദ്ദേഹം എത്ര ഹൈജീനിക്കായിട്ട് എത്ര വൃത്തിയിലാണ് കൊണ്ട് നടക്കുന്നത് ഉള്ളത്. അപ്പോൾ അവിടെ ഞാൻ ആ ഒരു 2 ഉപകരണങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ഒരു റാക്കിംഗ് മെഷീൻ, അതേപോലെ തന്നെ ആ ഒരു ട്രങ്കർ കഴുകി വൃത്തിയാക്കാനുള്ള 2 ഉപകരണങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കുറേ ദിവസത്തിന് ശേഷം കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് മേടിക്കണമെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ, അതായത് പൗൾട്രി മിത്ര എന്ന ഒരു കമ്പനി എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ഒരു ഫാർമറാണ്, എനിക്കറിയുന്ന ആൾ തന്നെയാണ്, കോഴിക്കോടാണ് സ്ഥലം. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുടെ നമ്പർ ജസ്റ്റ് ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാം. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കേറെ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.